ഗായ്സ് എന്നെ ജയിലിലാക്കി ഗൈസ്. എന്നെ ആ 1 സ്റ്റാർ ആയത് എന്നെ ജയിലിലാക്കാനായിരുന്നു. നീ മര്യാദക്ക് യൂട്യൂബ് എടുത്ത് ന്യൂസ് നോക്കടാ. ബ്രേക്കിംഗ് ന്യൂസ്. ഇവിടെ നമ്മുടെ IBD 3D സിറ്റിയിൽ ഒരു ബാങ്ക് റോബറി നടന്നിരിക്കുകയാണ്. നേരെ നമുക്ക് വാർത്തയിലോട്ട് പോവാം. രാത്രി 12 മണിക്ക് ഫ്രാങ്ക്ലിൻ നമ്മുടെ അടുത്തുള്ള ബാങ്ക് ഒരു റോബറി ചെയ്യാൻ വന്നു. കറുത്ത ഡിഫൻഡറിലായിരുന്നു അവൻ വന്നത്. ഇത് ആ ബാങ്കിന്റെ CCTV ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടില്ലേ? മോഷ്ടിക്കാൻ വന്നി. കാളയുടെ തൊപ്പികൾ ഇട്ടാണ് അവൻ വന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ IBD 3D സിറ്റി വളർത്തിയത് തന്നെ അവനാണ്. അവൻ തന്നെ ഇത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഗൈസ്. ഇതാ അടുത്ത ചിത്രമാണ് അവൻ്റെ കാർ പാർക്ക് ചെയ്തിട്ട ദൃശ്യം. അതാണ് ഇത്. കണ്ടില്ലേ? അവൻ്റെ വീടിൻ്റെ ബാക്കിൽ കൊണ്ടിട്ടേക്കുന്നത്. നമുക്ക് ഇപ്പം തന്നെ ഒന്ന് നമ്മുടെ CG ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം. എനിക്കായിരുന്നു CG ചേട്ടൻ വന്ന് എന്നെ ജയിലിൽ നിന്ന് ഇറക്കുമായിരിക്കും. എന്നാലും നമുക്ക് വിളിച്ചു നോക്കാം. യെസ്. അപ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഹലോ CG ചേട്ടനാണല്ലേ? ആണോ എന്ത് പറ. അത് CG ചേട്ടൻ ഒരു പ്രോബ്ലം ഉണ്ട്. ഉറങ്ങാൻ സമ്മതിക്കത്തില്ല ഇവൻ. ഞാൻ എന്താ പോവാൻ കഴിയും. നമുക്ക് അങ്ങോട്ട് എൻ്റെ പുതിയ പൾസർ എടുത്തുകൊണ്ടിരുന്ന ഞാൻ പുതിയ പൾസറൊക്കെ എടുത്തു. അപ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ പോവാം. അയ്യോ സ്റ്റക്കായി പോയി, ചത്ത്. പറ്റുന്നില്ല. നമുക്ക് നമ്മുടെ അനിയനെ പോലെ ആവാൻ ഗൈസ്. എന്തിനെന്ന് വെച്ചാൽ മോഷണം. ആ മോഷണമല്ലേ, കാറ് മോഷ്ടിച്ചിട്ട് അതിനകത്ത് പോകാൻ കാരണം. എന്തിനെന്ന് വെച്ചാൽ സമയവുമില്ല. അതുകൊണ്ട് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് പോവാം ഗൈസ്. അത്യാവശ്യം അല്ലേ ഗൈസ്? അയ്യോ ഞാൻ ഇതെങ്ങോട്ടാണ് പോണേ? അയ്യോ അമ്മി. ഗൈസ് നമുക്ക് നേരെ പോയി നമുക്ക് വല്ല വണ്ടി അടിച്ചു മാറ്റി കൊണ്ടുപോകാം. വേറെ വഴിയില്ല. ഒരു അടിച്ചു മാറ്റത്തിന് എൻ്റെ അനിയനെ മാറ്റാനാണ് പോയത്. ഇപ്പം ഞാൻ തന്നെ അടിച്ചു മാറ്റുന്നു ഗൈസ്. നിങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ സീബ്ര ലൈനിൽ കൂടെ തന്നെ ക്രോസ് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഗെയിമിലാവുകൊണ്ട് ഇങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ വണ്ടി അങ്ങ് അടിച്ചു മാറ്റാം. ഈ ഫോർച്യൂണർ അങ്ങ് അടിച്ചു മാറ്റാം. അതുകൊണ്ട് ഒരു ബുഗാട്ടി വരുന്നു. ഇറങ്ങാട്ടെ അങ്ങോട്ട്. എനിക്ക് വേണം നിൻ്റെ വണ്ടി. ആ ബുഗാട്ടിക്കാരൻ എന്ത് ചെയ്യണം? അയ്യോ നേരെ ആ ലെഫ്റ്റ് എടുത്തങ്ങ് പോയാൽ മതിയായിരുന്നു. അല്ല റൈറ്റ് എടുത്തങ്ങ് പോയാൽ മതിയായിരുന്നു. അമേസൺ അമ്മച്ചി ജസ്റ്റ് മിസ് പിടിച്ചാനെ ഗൈസ്. അയ്യോ ഗൈസ്. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്തെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിന് 65 ഇനി 66 ആവും. അപ്പം നിങ്ങളെല്ലാവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് നിൽക്കുക, ബെൽ ലൈക്കണിൽ നിൽക്കുക. നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. സ്പീഡ് കൂടിപ്പോയി ഗൈസ്. ഓക്കെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അയ്യോ ജസ്റ്റ് ഭാഗ്യം. അല്ലെങ്കിൽ ഇപ്പം തറയെ കിടന്നാണ്. അമ്മച്ചി ചത്തില്ല. എനിക്ക് പെട്ടെന്ന് എൻ്റെ അടുത്ത് തന്നെ പറയണം ഞാൻ പെട്ടെന്ന് എണീക്കണമെങ്കിൽ. അല്ലെങ്കിൽ എണീക്കത്തില്ലെന്നല്ല, എണീക്കും, പക്ഷേ വല്ലാതെ ആയിപ്പോവും. നമുക്ക് ചെന്ന് ആ പോലീസുകാരൻ്റെ അടുത്ത് പറയാം, സാറേ